ഹലോ, അസ്സലാമു അലൈക്കും. അയാൻ ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പുഴയിൽ പോയി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്താ അവസ്ഥ എന്ന്. അപ്പോൾ രാത്രിയൊക്കെ ഭയങ്കര വെള്ളത്തിൻ്റെ സൗണ്ടായിരുന്നു. അപ്പോൾ വെള്ളതാ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് കറി വെക്കാൻ മത്തി മീനാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് ഫ്രഷ് മീനൊന്നല്ലായിരിക്കും. അപ്പോൾ നമുക്ക് മീനൊക്കെ നന്നാക്കി എടുത്തിട്ട് വേണം കറി വെക്കാനും പൊരിക്കാനൊക്കെ. അപ്പോൾ മീൻ നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് പുറത്തൊക്കെ ഭയങ്കര ചളിയാണ് കണ്ടോ, ഭയങ്കര ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ മീൻ നന്നാക്കുമ്പോൾ തന്നെ കുറച്ച് നല്ല ഫ്രഷൊന്നുമല്ല, കുറച്ച് പഴക്കമുള്ള മീനാണ്. അപ്പോൾ ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് മീനിപ്പോൾ വരാറുമില്ല, അതുകൊണ്ട് ഫ്രഷ് മീൻ നമുക്ക് കിട്ടുമില്ലല്ലോ. അങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പൊരിക്കാനും അതുപോലെ കുറച്ച് കറി വെക്കാനും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ കറി വെച്ച മീൻ അധികം ആർക്കും ഇഷ്ടമില്ല, അങ്ങനെ ആരും അങ്ങനെ കഴിക്കൂല. അപ്പോൾ ഞങ്ങളധികം പൊരിക്കാറാണ് ചെയ്യുക. അപ്പോൾ മീനൊക്കെ നല്ല വരയൊക്കെ ഇട്ട് കൊടുക്കട്ടെ, എന്നാലും മസാല പിടിക്കുള്ളൂ. നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ മീനിന് വരയൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇന്ന് കറി, എന്താ ഇന്നത്തെ വിശേഷമൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ മീൻ പൊരിക്കുന്നതിൽ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എപ്പോൾ മീൻ പൊരിക്കുകയാണെങ്കിലും ഞാൻ വെളുത്തുള്ളി ഇടാണ്ട് പൊരിക്കലില്ല. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ സുർക്കയും ഒഴിച്ചു കൊടുക്കും കേട്ടോ. സുർക്ക വേണമെന്നൊന്നുമില്ല, കുറച്ച് പുളിയായാലും അതുപോലെ ചെറുനാരങ്ങൻ്റെ നീരായാലൊക്കെ മതി. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പൊരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മീനിന്. അപ്പോൾ ഞാൻ എപ്പോൾ മീൻ പൊരിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് പൊരിക്കാറുള്ളത്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാത്ത ആരും ഉണ്ടാവില്ല. ഇനി അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം മീൻ മസാലയൊക്കെ പെരക്കി അവിടെ കുറച്ചൊരു അരമണിക്കൂർ വെച്ച് ഇത് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മീൻ കറിയും ആയിട്ടുണ്ട്. മീൻ നല്ല മത്തി നല്ല പുളിയും മുളകൊക്കെ ഇട്ട് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ മീൻ കറി അന്ന് തന്നെ ചൂടോടെ കൂട്ടുമ്പോൾ ഒരു ടേസ്റ്റ്, അതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് പിറ്റേ ദിവസം കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മഴ ആയതുകൊണ്ട് കുട്ടികളൊന്നും പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. അവിടെ ഭയങ്കര കളിയിലാണ്. നല്ല കാറ്റും. ഇപ്പോൾ കുറച്ച് മഴക്കൊരു കുറച്ചൊരു കുറവുണ്ട്, എന്നാലും കാറ്റും ഒക്കെ തന്നെയാണ്. നല്ല കാറ്റെല്ലാം ഉണ്ട്. എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ടാറ്റാ.